ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ സിജോൻ്റെ കല്യാണം 2 ദിവസം മുമ്പേ സിജോൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിൽ സംബന്ധിച്ച് ബിഗ് ബോസ് താരങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പ്രതികരണങ്ങളും അതുപോലെ ദിയ കൃഷ്ണ സായിയുടെ വൈഫിനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര ചർച്ച ചെയ്തിട്ട് ഇരിക്കുന്നൊരു കാര്യമാണ്. സിജോൻ്റെ കല്യാണം ബിഗ് ബോസിലെ ഒട്ടുമിക്ക ആളുകളും പങ്കെടുത്തൊരു കല്യാണമായിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിലെ നോറ ഒപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. ഇത് കുറച്ച് കടന്ന കൈയായി. ഇപ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ നമ്മൾ ഇതായിട്ട് ഇരിക്കുന്ന സമയത്ത്, ഒരു കല്യാണത്തിന് നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ഡ്രസ്സ് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇത്തരം പ്രവൃത്തികളോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. വേറെ എന്തെല്ലാം ചെയ്യാനുണ്ട്. ഇപ്പോൾ എന്ത് പകരം വീട്ടിലാണെങ്കിലും എന്ത് ഇതാണെങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയി. നോറയുടെ ഈ ഒരു പ്രവൃത്തി അതിര് കവിഞ്ഞു പോയി എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നോറ പലയിടത്തും ബിഗ് ബോസിൽ ഇരിക്കുമ്പോൾ തന്നെ നോറ ഒരിക്കലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല. എന്തൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും പുള്ളിക്കാരിക്ക് അറിയില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും ഒരുപാട് വിമർശനമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സ് നിനക്ക് ഇതേ കിട്ടിയുള്ളൂ, ഇത്രയും ലൂസായതൊക്കെ കിട്ടിയെന്ന് ഞാൻ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. അത്രയും നല്ലൊരു നല്ലൊരു ഇതുമായിട്ട് വന്നിട്ട് വേറെ എന്തെങ്കിലും രീതിയിലൊരു പ്രാങ്ക് പോലെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോയെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒരിക്കലും ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് കളിയാക്കുന്ന രീതിയിലുള്ള ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിജോ എന്തായാലും എന്തുകൊണ്ടാണ് നോറ എൻ്റെ ദേഹത്ത് കേക്ക് തേച്ചത് എന്നുള്ളതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. എന്റെ കല്യാണത്തിന് വന്നിട്ട് കേക്ക് തേച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതുപോലെ അതൊരു പ്രതികാരം തന്നെയായിരുന്നു. വേറൊന്നുമല്ല, നോറയുടെ ബർത്ത്ഡേക്ക് ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ഞാനും നോറയൊക്കെ ബിഗ് ബോസിനകത്ത് വെച്ച് ഭയങ്കര ശത്രുക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാ, ഞങ്ങൾ സ്നേഹത്തിൽ പെരുമാറിയിട്ട് പോലുമില്ല. പക്ഷേ ബിഗ് ബോസിന് ഇറങ്ങി വന്നതിന് ശേഷം ഞാനും നോറയൊക്കെ ഭയങ്കര കൂട്ടാണ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും, ഇടയ്ക്ക് കാണും, ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. എല്ലാ പ്രോഗ്രാമിലും നോറ വരാറുണ്ട്. നോറ മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നോറയുടെ ടോപ്പിക്കാണ്, നോറയെ പറ്റി മാത്രം പറയും. ഓക്കെ, അപ്പോ നോറ ബർത്ത്ഡേക്ക് ഞാനും സായിയൊക്കെ പോയിരുന്നു. നന്ദൂട്ടുണ്ടായിരുന്നു, നിഷാനയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ജയന്റെ അടുത്ത് പറഞ്ഞു, സിജോ പരിപാടി ഒന്ന് കളറാക്കണം, നോറ എടുത്ത് വെള്ളത്തിലിടണം. ജയ തന്നെയാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. കാരണം ഞാനും ജയും അത്രയും കൂട്ടാം. മുഖത്ത് കേക്കൊക്കെ തേച്ചോ, കുഴപ്പമൊന്നുമില്ല, നോറയുടെ ഡ്രസ്സ് മാറ്റിക്കണം എന്നൊക്കെ പറഞ്ഞു. നോറ മേക്കപ്പിലൊക്കെയാണ്. അപ്പൊ ജയ പറഞ്ഞു നമുക്ക് ലൈസൻസ് ആയി. ഞങ്ങൾ നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഫേസിലും തേക്കുന്നു. അപ്പോ ഈ കേക്ക് അതൊരു ഫുഡ് ഐറ്റം ആണ്, അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. ആൾക്കാരുടെ കമന്റിന് ഞാൻ മാനിക്കുന്നു. പക്ഷേ നമുക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ണാണ്, ആ മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ണാണ്. അപ്പൊ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അതിനകത്ത് വേറെ ഫുഡ് വേസ്റ്റ് ആക്കുക എന്നുള്ള പരിപാടിയേക്കാൾ കൂടുതലായിട്ട്, കാരണം ഇത്തിരി കേക്ക് എടുത്ത് മുഖത്ത് വെക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നു. പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വെള്ളമൊക്കെ വെക്കുന്നു, പൂളിലേക്ക് എടുത്ത് ചാടുന്നു, വലിച്ചെറിയുന്നു. പരിപാടി ഭയങ്കര, ആ മൊമെന്റ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അപ്പൊ നോറ കല്യാണത്തിന് വരുന്നു, നോറയും ജയും കല്യാണത്തിന് വരുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അല്ലെ, അവർ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരുന്നു. എന്നിട്ട് നോറ എനിക്ക് ഫസ്റ്റ് പറഞ്ഞു, ജോ ചേട്ടാ ഞാൻ ഇന്ന് പ്രതികാരം ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പൊ എനിക്ക് കാര്യം പിടിയിട്ട് അവൾ എന്തായാലും എന്തെങ്കിലും ഒപ്പിക്കും. ഒന്നെങ്കിൽ എന്റെ പൂളിലെടുത്തിടും, അല്ലെങ്കിൽ എന്റെ ദേഹത്ത് കേക്ക് തേക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ, പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞു ചെയ്യും. പക്ഷെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ അൽത്താഫും ഷാലും കൂടെയാണ് പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും അടുത്തുണ്ട്. അപ്പോ അവർ വിളിച്ചു പറഞ്ഞു, നമുക്കിനി 9 മണിയാകുമ്പോഴത്തേക്കും DJ ആരംഭിക്കുകയാണ്. DJ എല്ലാം തീർന്നു, ഇനി DJ ആണ്. അപ്പൊ എല്ലാവരും കൂടെ തുള്ളിക്കോളാൻ പറയുകയാണ്. അപ്പോ ഒരു 9:30 കഴിഞ്ഞു, ഒരു 9:45 ആയെന്ന് എന്റെ വിശ്വാസം. അല്ലെ, ആ സമയത്ത് വീണ്ടും അനൗൺസ് ചെയ്തു, നമ്മുടെ പരിപാടി തീരാൻ വേണ്ടി പോവുകയാണ്. ഇനി ആർക്കിനും ഫോട്ടോ എടുക്കാണെങ്കിൽ ഫോട്ടോ എടുത്തു. ഇതോടുകൂടി എല്ലാ പരിപാടി കഴിയാണ്. 10 മണിയാകുമ്പോൾ നമ്മുടെ സൗണ്ട് ഒക്കെ ഓഫ് ചെയ്യണം. അപ്പം 10-ന് എൻഡ് ആണല്ലോ. അപ്പൊ നോറയ്ക്ക് തോന്നി ഈ പരിപാടി ഏകദേശം തീർന്നു. അവള് പെട്ടെന്ന് കേക്കുമായിട്ട് വരുന്നു, കേക്ക് എന്റെ ദേഹത്ത് കൊണ്ട് തേക്കുന്നു. അത് സത്യം പറഞ്ഞപ്പോ ഞാനും പെട്ടെന്ന്, കാരണം നോറ എന്റെ അടുത്ത് നേരത്തെ വന്ന് പണി തരുമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, മറന്നുപോയി. പെട്ടെന്ന് എല്ലാവരും ഷോക്കായി. അത് സത്യം കേട്ടോ. അവിടെ ഉണ്ടായിട്ട് എല്ലാവരും ഷോക്കായി, ലിനുവും ഷോക്കായി, എല്ലാവരും ഷോക്കായി. അത് നോറ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്ക്
എന്താണ് ഒരു പ്രതികാരത്തിന്റെ ഒരു ഇതിലാണ് നോറ ആ ഒരു ഇത് ചെയ്തത്. സിജോ എന്താണ് നോറയുടെ ബർത്ത്ഡേക്ക് പോയപ്പോൾ ഇങ്ങനെ പൂളിൽ എടുത്തെറിയണം, അതുപോലെ തന്നെ കേക്കൊക്കെ ഫേസിൽ തേക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിന്റെ പ്രതികാരമാണ് പുള്ളിക്കാരി ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സിജോയ്ക്ക് എന്താണ് ഇതൊന്നുമില്ല, ഒബ്ജക്ഷൻ ഒന്നുമില്ല. പ്രതികാരത്തിന്റെ പേര് ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെന്താണ് ചെയ്തത് ആ ഒരു രീതിയിൽ ചെയ്യുമല്ലോ, ആ ഒരു രീതിക്കാണ് നോറ അവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സിജോ പറയുന്നത്. ഇപ്പം എന്തായാലും കേക്ക് തേച്ച നോറയും അതുപോലെ തന്നെ എന്താണ് സിജോയും എന്താണ് അത് ഫണ്ണായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഫണ്ണായി എടുത്ത സ്ഥിതിക്ക് നമുക്കും അതിലും വേറെ ഒബ്ജക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് എന്താണ് ഇതൊരു നല്ല കല്യാണം, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഇതിൽ വന്നിട്ട് കേക്ക് തേക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നും. എന്താ ചോദിച്ചാൽ ഇത്രയും വലിയൊരു ഇതിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറയുന്നത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്തത്, ഏകദേശം കഴിയാറായ സമയത്താണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കാണുന്ന നമ്മളത് പ്രശ്നമൊക്കെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് ദിയാകൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരെ എനിക്ക് അറിയത്ത് പോലുമില്ല, അതുപോലെ തന്നെ എൻ്റെ ചെറുക്കനോടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവർ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല, അങ്ങനെ ഒരു പറഞ്ഞത് ഓക്കെ, എൻ്റെ ഇങ്ങനെ ചെയ്തതെങ്കിൽ അവർ ഇതാവില്ല പറഞ്ഞതൊക്കെ, പക്ഷെ അതൊരു ഭീഷണി, ജീവിച്ചിരിക്കില്ല ആ ഒരു ഭീഷണിൻ്റെ സ്വരത്തിൽ പറഞ്ഞതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ ഓരോരുത്തർ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണുന്നവ നമുക്ക് അതിൽ ഒബ്ജക്ഷൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ദിയാകൃഷ്ണൻ അങ്ങനെ ഒരു പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് താരങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇതാവുന്നുണ്ട്. അപ്പോൾ സായും ഒക്കെ ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ, സായി കൃഷ്ണൻ്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. എങ്ങനെയാണാവല്ലേ അവർക്ക് ഇതൊക്കെ സാധിക്കണത്? എന്താ വെച്ചാൽ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ പബ്ലിക്കിൽ ഇപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അതിപ്പോൾ ഏത് പബ്ലിക്കാണെങ്കിലും അവർക്ക് അതൊന്നുമില്ല. ഇപ്പോൾ ഒരു കിസ്, ജസ്റ്റ് കിസ് അല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇതായിട്ടില്ല. അപ്പോൾ എന്താണ് അതിലൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭാര്യ ഭർത്താവ് അവർ ആ ഒരു ഫണ്ടിൻ്റെ രീതിയിൽ അവരതെടുത്തു. ആ ഒരു ഇതിൽ എന്താണ് ഫ്രണ്ട്സായിട്ട് അവർ അടിച്ചു പൊളിക്കുക ആ ഒരു ഇതിൽ അവരെടുത്തു. പക്ഷേ അതിന് വന്ന കമൻസുകളും അതുപോലെ തന്നെ ദിയാകൃഷ്ണ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടാണ് ഇത് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കമൻ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ബോഡി ഷെയിം ചെയ്യുന്ന ഒരു ഇതാണ്. ഹൈറ്റിൽ അതൊന്നും ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ലൈഫിൽ എന്താ പറയുക സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് ഇല്ലാത്ത അതൊന്നും നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താണ് ഇതായിട്ടുള്ളൊരു ഇതായിട്ട് കമൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തൊരു ഇതാണെങ്കിലും നമ്മുടെ ലൈഫിൽ സന്തോഷമാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ബോഡി ഷെയിമിങ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള കമൻറ്റിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ദിയാകൃഷ്ണ എന്താണ് എൻ്റെ ചെറുക്കനെയാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ എന്താണ് ഞാൻ കൊല്ലുമായിരുന്നു എന്നൊരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരാൾ സ്വന്തം ഭാര്യയെ കിസ് ചെയ്യുന്നതിൻ്റെ താഴെ ഇങ്ങനെ വന്ന കമൻറ്റുകളിന് പുള്ളിക്കാരി അനുകൂലിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. കേക്ക് തേച്ചതും ഇതൊക്കെ ശരി, അത് എന്താണ് ഇതാക്കി പറഞ്ഞിട്ട് പിന്നെ ഒരാൾ ഇപ്പോൾ സ്വന്തം ഭാര്യയിൽ കിസ് ചെയ്തത് അതെന്താണ് നിനക്ക് അനുകൂലിക്കാൻ കഴിയാത്തത്? നീ പലയിടത്തും പോയിട്ട് എന്തെല്ലാം കാണിക്കുന്നുണ്ട്, അതിന് അറിയില്ല എന്തെങ്കിലും പറയുന്നുണ്ട്. അത് സ്വന്തം ഭാര്യയാണ് അയാൾ കിസ് ചെയ്തത്. അതിനിപ്പോൾ സീക്രട്ട് ഏജൻറ്റിനെ ഇങ്ങനെ ഇതാണ് കുറ്റം പറയുന്നവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിനോട് അതിലെന്താ എത്രയ്ക്ക് മാത്രം എന്താണ് അതിലിത് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര മോശമായിപ്പോയി ദിയാകൃഷ്ണ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിക്കാരി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും സീക്രട്ട് ഏജന്റ് കുറച്ച് കാര്യങ്ങൾ പറയണ്ട. ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. അതെ, high heels means this much high heels she was wearing. And ഞാൻ ഷൂസ് ഇട്ടിട്ടുണ്ട്, മൈൻ വാസ് ലൈക്ക് എ ഫ്ലാറ്റ് വൺ. ഇപ്പൊ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ, ബിക്കോസ് സ്നേഹ എന്നെ സ്നേഹിച്ച സമയത്ത് ഐ വാസ് 120 kg. അതെ, ഞാൻ സായിനെ സ്നേഹിക്കുന്ന സമയത്ത് he was 120 kg. സ്നേഹ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അയാളെ തന്നെയാണ് കെട്ടിയത്. അല്ല, എന്നെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെയല്ല. You സ്നേഹിക്കൽ me only one. I സ്നേഹിക്കൽ you സ്നേഹിക്കൽ I don't know. Yeah, I don't know, you don't know, I know. Okay. അപ്പോ സ്നേഹ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ സമയത്ത് അവരെ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കല്യാണം കഴിച്ചിട്ടുള്ളൂ. അപ്പൊ അത് 120 kg ആണ് ആ ടൈമിൽ. ഞാൻ I was 120 kg. അപ്പൊ ആ സമയത്ത് സ്നേഹ എന്റെ വെയിറ്റ് നോക്കിയിട്ടില്ല, എന്റെ ഹൈറ്റ് നോക്കിയിട്ടില്ല, എന്റെ നിറം നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല.
അത് നോക്കുകയാണെങ്കിൽ സ്നേഹയ്ക്ക് കൂടെ ഗോൺ ഫോർ ബെറ്റർ ഓപ്ഷൻസ്. അതെ. സ്നേഹയ്ക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മോശമാണെന്നെങ്കിൽ വേറെ ബെറ്റർ ഓപ്ഷൻ നോക്കായിരുന്നു. ബട്ട് സ്നേഹ എന്നെ ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്തു. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ കാരണം ടു ഐ യു. ചെക്ക്ഡ് ഹിസ് ഹാർട്ട്. ഐ ചെക്ക്ഡ് ഹിസ് ഹാർട്ട്. അതാണ് ശാരീരികമായിട്ടുള്ളതൊന്നുമല്ല അവിടെ സ്നേഹം നോക്കിയിരിക്കുന്നത്, മനസ്സ് തമ്മിലുള്ളതാണ്. നമ്മൾ ശരീരഘടനയൊന്നും നോക്കിയിട്ട് ഒരിക്കലും വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ മനസ്സാണ് നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ ഹൈറ്റ് ഉണ്ട്, കുറേ നല്ല ഭംഗിയുണ്ട്, കുറേ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചിലപ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു നല്ല കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നും അടിയും പിടിയും ബഹളങ്ങളൊക്കെ ആയിരിക്കും, പല രീതിയിലുള്ള ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഹൈറ്റ് വെയിറ്റ് അതൊന്നും നമ്മൾക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മളെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് മതി. അല്ലാതെ നമ്മൾ കുറേ ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ടായി നല്ല ആൾക്കാരുടെ കണ്ണിന് മുമ്പിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മളെ സ്നേഹിക്കാത്ത, നമ്മുടെ മക്കളെ സ്നേഹിക്കാത്ത കണ്ട രീതിയിൽ നടക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടിയിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ സായി കൃഷ്ണ സ്നേഹ എന്ന് പറയുന്നത് അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അവർ തമ്മിൽ ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ട് തന്നെയുണ്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ. അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. അല്ലാതെ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊന്നുമല്ല, ദിയ കൃഷ്ണ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് വെയിറ്റും ഹൈറ്റും ഒന്നും അവർക്ക് പ്രശ്നമല്ല. അത് അവർ ഫണ്ണി ആയിട്ട് അവർ കിസ് ചെയ്യാൻ പറഞ്ഞു, അത് കിസ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും എടുക്കേണ്ടത്. പിന്നെ ഒരു ഭാഗത്ത് കുറ്റം പറഞ്ഞിട്ട് മറ്റൊരു ഭാഗത്ത് അതിനെ വേറൊരു രീതിയിൽ കുറ്റം പറയുന്ന ആ രീതിയോട്, ദിയ കൃഷ്ണയുടെ ഈ രീതിയോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ദിയ കൃഷ്ണ ഇങ്ങനെ ചെയ്തത് ഭയങ്കര ചെറ്റത്തനം തന്നെ ആയിപ്പോയി എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.